നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ഒരാളല്ല പഠിച്ചോൻ. പ്രാർത്ഥന പോലും നമ്മൾക്ക് യാചനയാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ പറയാനുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലും. സത്യത്തിൽ പ്രാർത്ഥന എന്താണ്? ഈ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ, ഈ കണക്ഷൻ, ഈ ബന്ധം ഇങ്ങനെ വർദ്ധിപ്പിക്കാനും പുതുക്കാനും അത് കേടുവരാതെ നിലനിർത്താനും അത് പച്ചപ്പോടെ സംരക്ഷിക്കാനുമുള്ള മാർഗമാണ് പ്രാർത്ഥന. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ പറയുന്നതും വേണ്ടി വരില്ല, അതൊക്കെ അല്ലാഹ് ചെയ്തു തരും. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിട്ടാണ്. പക്ഷെ തിമിംഗലത്തിന്റെ വയറിന്റെ അകത്ത് നിന്ന് യൂനുസ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്താണ്? പഠിച്ചോനെ എന്നെ ഇവിടുന്ന് രക്ഷിക്കണേന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിലുള്ള പ്രാർത്ഥനയിൽ അതില്ല. ആകെ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പഠിച്ചോനെ നീയാണ് വലിയവൻ, ഞാൻ തെറ്റ് ചെയ്തു, ആ തെറ്റിനുള്ള ശിക്ഷയാണിതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഖുർആൻ പറയണത് എന്താണ്? വനജ്ജൈനാഹു മിനൽ ഗമ്മാന, അദ്ദേഹത്തെ വിഷമത്തിൽ നിന്ന് നാം രക്ഷിച്ചു. എന്നെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് വേറെ പറഞ്ഞില്ല. കാരണം അള്ളാഹ്ക്ക് വേണ്ടത് നമ്മുടെ ആ ഓർമ്മയാണ്. പഠിച്ചോനതാ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. ആ ഓർമ്മയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, ജീവിതത്തിന്റെ ഓരോ ചുവടിലും, എവിടെയാകുമ്പോഴും, ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും, പ്രിയപ്പെട്ടവരുടെ മുന്നിലാകുമ്പോഴും കൂട്ടുകാരുടെ മുന്നിലാകുമ്പോഴും പള്ളിയുടെ അകത്താകുമ്പോഴും നമ്മുടെ ആ ചെറിയ സ്ക്രീനിന്റെ മുന്നിലാകുമ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കുക, ആ കണക്ഷന് വേറിട്ട് പോകാതെ സംരക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് നമ്മളോട് പറയാണ്, നമ്മളെ ആത്മബലമുള്ളവരായി അള്ളാഹു നിലനിർത്തും. അതിന് നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തെ, പടച്ചവനോടുള്ള നമ്മുടെ ഈമാനിനെ ഇങ്ങനെ കടഞ്ഞെടുക്കണം. കടഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് അതിന്റെ ശരിയായ പ്രയോഗം. നല്ല പാലാണ്, പക്ഷെ ചീത്ത വെള്ളത്തിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ആ പാല് വെള്ളത്തിൽ കലരും. പിന്നെ നല്ല പാല് വേറെ, ചീത്ത വെള്ളം വേറെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ ഇതേ പാല് തന്നെ കടഞ്ഞിട്ട് വെണ്ണയാക്കിയാലോ, ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ, അത് കലരൂല, അത് വേറിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഈ കടഞ്ഞെടുക്കല്. അങ്ങനെ ഒരു കടഞ്ഞെടുത്ത ആർജവമാണ് സത്യവിശ്വാസം കൊണ്ട് നമ്മൾ ആർജിക്കേണ്ടത്. അത് പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ടും വേറിട്ട് പോകാത്ത ആ സത്യവിശ്വാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിലെ ആ മാജിക്കുകാരുടെ, മായാജാലക്കാരുടെ കഥ, സംഭവം നമുക്കറിയാലോ. ഫിർഔനിന്റെ അടുത്ത് നിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. മൂസാ നബിയെ തോൽപ്പിക്കാൻ വന്ന ആൾക്കാരാണ്. അവരുടെ വടികൾ മുഴുവനും നിലത്തേക്ക് ഇട്ട സമയത്ത് പാമ്പായി മാറുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള വടി താഴെ ഇട്ടപ്പോൾ അതൊരു ഉഗ്ര സർപ്പമായി മാറി മറ്റുള്ള സർപ്പങ്ങൾ മുഴുവനും വിഴുങ്ങിക്കളയുന്നു. അത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല, മനുഷ്യന്റെ ഒരു സിദ്ധിക്കും സാധിക്കുന്ന ഒന്നല്ല. ഇതാ മായാജാലക്കാർക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് എന്താണ്? ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല. ശരി, അപ്പൊ ഫിർഔൻ അവരോട് പറയുന്നത് എന്താണ്? ല ഉസല്ലിബന്നകും അജ്മഈൻ, ഞാൻ നിങ്ങളെല്ലാരെയും കുരിശിൽ തറക്കുന്ന പറഞ്ഞു. നിങ്ങളെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കും, വലത് കൈയും ഇടത് കാലും, ഇടത് കൈയും വലത് കാലും വിപരീത ദശയിൽ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്ന് പറയണത്, അത് ചെയ്യാൻ എല്ലാ കഴിവും അധികാരവും അതിനുവേണ്ട ആളുകളും കയ്യിലുള്ള ഒരാളാണ്. ഒരു നാടിന്റെ ഭരണാധികാരിയാണ്. അവർക്കറിയാം ഫിറൗൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും, ഉറപ്പല്ലേ? എന്നിട്ട് ആ മനുഷ്യർ പറയണത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ മായാജാലക്കാരായിരുന്ന മൂസാ നബിയിലും ഹാറൂൻ നബിയിലും വിശ്വസിച്ച ആളുകൾ പറയാണ്, ഫഖ്ദി മാ അൻത ഖാദി ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ. ഫിർഔൻ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ വിധിച്ചോളൂ. നിങ്ങൾ വിധിക്കുന്ന നിങ്ങൾക്കറിയാം, നിങ്ങൾ വിധിച്ചത് നടപ്പിലാക്കുമെന്നറിയാം. പക്ഷെ അതൊക്കെ ഈ ലോകത്തല്ലേ നടക്കുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വന്നു കിട്ടിയൊരു സത്യമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനെ ഒഴിവാക്കി നിന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അവരുടെ വാക്കാണത്, ഖുർആൻ പറഞ്ഞാണ്. ഞങ്ങൾക്ക് വന്നു കിട്ടിയൊരു സത്യത്തെ ഉപേക്ഷിച്ച് താങ്കളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയില്ല. നമ്മളെ പോലെ മദ്രസയിൽ പഠിച്ച ആളുകളോ ഒരുപാട് കാലമായി ഇതൊക്കെ കേൾക്കുന്ന ആളുകളോ
ഓരോ ദിവസവും എന്ന പോലെ ഈ വചനങ്ങളും വാക്യങ്ങളും സന്ദേശങ്ങളും അറിയാൻ മാർഗങ്ങളുള്ള ആളുകളോ ഒന്നും ഇരുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് വന്നൊരു വെളിച്ചത്തെ അവര് അങ്ങേയറ്റം ഉൾക്കൊണ്ട് പുൽകുകയായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അവർക്ക് അള്ളാഹിന് വിശ്വാസമായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് റോമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചത്. മുസ്ലിങ്ങൾ ജയിച്ചു, പക്ഷെ കുറെ ആളുകളെ പിടിച്ചു, യുദ്ധത്തടവുകാരായി പിടിച്ചു. അതിലൊരു സഹാബി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഇബ്നു ഹുദാഫ എന്നാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കൈസറിന് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി. നല്ല ആർജവവും തൻ്റെ ഇടവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ കൈസർ പറയാണ്, നീ ക്രിസ്തുമതം സ്വീകരിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതാണ് കൈസർ നൽകിയ ഓഫർ. ഇബ്നു ഹുദാഫ പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. നീ ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ മന്ത്രിയാക്കാം. നിന്നൊന്ന് കൊല്ലാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. അതാണ്. പക്ഷെ ഇബ്നു ഹുദാഫ വഴങ്ങുന്നില്ല. എത്രയായിട്ടും വഴങ്ങാത്തപ്പോൾ കൈസറിന് ദേഷ്യം പിടിച്ചു. കൈസർ പറഞ്ഞു, ഇവനെ കുരിശിലേറ്റണം. വേണ്ട, കുരിശിലേറ്റണ്ട, ഇവനെ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊരിച്ചു കളയണം. അവനതൊന്ന് കാണട്ടെ അതെങ്ങനെയാണ് എന്ന്. തിളച്ചുമറിയുന്ന എണ്ണ ഉണ്ട് അവിടെ, അതിലേക്ക് വേറൊരു തടവുകാരനെ വലിച്ചെറിയാൻ പറഞ്ഞു. അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. നിമിഷ നേരങ്ങൾ കൊണ്ട് വെന്തുപോയി. ഇത് കണ്ട ഇബ്നു ഹുദാഫ കരഞ്ഞു. കൈസറിന് സന്തോഷമായി. കൈസർ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ മതം സ്വീകരിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന്. അപ്പൊ നിനക്ക് സമ്മതമായില്ലേ? പേടിയായതുകൊണ്ടല്ലേ നീ കരഞ്ഞത്? അപ്പൊ ഇബ്നു ഹുദാഫ പറയണേ, ഞാൻ പേടിയായതുകൊണ്ടൊന്നല്ല കരയുന്നത്. പിന്നെന്തിനാണ് കരഞ്ഞത്? എണ്ണയിൽ അയാൾ വെന്തു പോകുന്നത് കണ്ടപ്പോൾ പിന്നെ കരഞ്ഞത് എന്തിനാണ്? ഇബ്നു ഹുദാഫ എന്ന ആ വലിയ സത്യവിശ്വാസി അപ്പൊ പറഞ്ഞ മറുപടിയാണ്, ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ? ആ എണ്ണയിൽ കിടന്ന് വെന്തുരുകാൻ എനിക്കൊരൊറ്റ ശരീരമല്ലേ ഉള്ളൂ. 1000 ശരീരങ്ങൾ പകരം തന്ന് ആ 1000 ശരീരങ്ങളെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് നീ പൊരിച്ചാലും ഞാൻ മനസ്സിലാക്കിയൊരു സത്യത്തിൽ നിന്ന്, ഞാൻ വിശ്വസിച്ചൊരു പടച്ചവനിൽ നിന്ന് ഞാനൊരടി പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൈസർ പറയാണ്, കൈസർ തോറ്റുപോയി. കൈസർ പറഞ്ഞു, എൻ്റെ നെറ്റിയിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അതിന് സമ്മതമായിരുന്നു. അദ്ദേഹം നെറ്റിയിൽ ചുംബിച്ചു. എല്ലാ തടവുകാരെയും വെറുതെ വിട്ടു. അവരെല്ലാവരും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് സംഭവം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഹുദാഫയെ വാരിപ്പുണർന്നു, നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ചുംബിക്കൂ എൻ്റെ ഹുദാഫയെ. ആ വലിയ സത്യവിശ്വാസിയുടെ അകത്തുണ്ടായിരുന്ന എന്താണ്? ചെറുപ്പക്കാരനാണ് കേട്ടോ, വളരെ ചെറിയ പ്രായമായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നതിന്റെ ആ പേര്, അതിന്റെ പേരെന്താണ്? അതാണ് ആ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ബിലാൽ ഇബ്നു റവാഹിന്റെ അകത്തുണ്ടായിരുന്നത് പടച്ചോനോടുള്ള ആ ട്രസ്റ്റ് ആയിരുന്നു. ആണി തറക്കപ്പെട്ട്, ശരീരം മുഴുവനും ആണി തറക്കപ്പെട്ട് കുരിശിലിങ്ങനെ മലർന്നു കിടക്കുമ്പോഴും ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും ശത്രുക്കളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച ഹുബൈബ് ബിനു ഖബ്ബാബ് ബിനു അറത്ത് എന്ന വലിയൊരു സത്യവിശ്വാസിയുടെ സ്വഹാബിയുടെ കഥയുണ്ട്. അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്ന എന്താണ്? അതും ഈ ട്രസ്റ്റാണ്. ഈ ഒരു ആത്മബലമാണ് നമ്മൾക്ക് പടച്ചവനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മെ ബലപ്പെടുത്തുന്നതാണത്. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആവേശപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണത്. പടച്ചവന്റെ വചനങ്ങൾ നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കേണ്ട വചനങ്ങളാണ്. അതാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മബലമുള്ളവരായി നിലനിൽക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കൊണ്ട്, അള്ളാഹുവിനെ ഉള്ള വിശ്വാസം കൊണ്ടും നമ്മൾക്ക് കൈവരേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ്. പേടിക്കാതെ അങ്ങനെ ജീവിക്കാനുള്ള ഒരു ശക്തിയാണ്. നാളെക്കുറിച്ചുള്ള ആധിയില്ലാതെ ജീവിക്കാനുള്ള ആത്മബലമാണ്. ഇന്നലെ നമ്മൾ പേടിച്ച നാളെയാണ് ഇന്ന്, അല്ലേ? ഇന്നലെ നമ്മൾ പേടിച്ച ആ നാളെ ഉണ്ടല്ലോ, അതാണ് ഇന്ന്. ഈ ഇന്ന് കടന്നു പോകും, ഇനി വരാനിരിക്കുന്ന നാളുകളും കടന്നു പോകും. അത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും തോറ്റാൽ പോലും കരയാതെ നിലനിൽക്കാനുള്ളൊരു ശക്തി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനം.